വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. റഫേലും ഗസയിലും ഇസ്രായേലിലെ വ്യോമാക്രമണം ശക്തമായി തുടരുന്നു. റഫ ക്രോസിംഗിലെ ഇസ്രായേൽ പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ മാറ്റമില്ല. ഏകദേശം 15 ലക്ഷത്തോളം പലസ്തീനികൾ തിങ്ങിപ്പറക്കുന്ന ഇടമാണ് റഫ. റഫേൽ പൂർണ്ണ യുദ്ധത്തിന് ഇസ്രായേൽ കോപ്പുകൂട്ടുമ്പോൾ അമേരിക്ക ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളുടെ കപ്പൽ തടഞ്ഞു. ആയുധങ്ങൾ നൽകി സഹായിക്കുന്ന അമേരിക്ക തന്നെ ഇപ്പോൾ പറയുന്നത് റഫയുടെ നേരെയുള്ള കടന്നുകയറ്റത്തെ ചെറുക്കുമെന്നാണ്. ഇരട്ടത്താപ്പിന്റെ മറ്റൊരു മുഖം കൂടി. ഗസയിലെ ആശുപത്രികളിൽ ഇന്ധനക്ഷാമം രൂക്ഷമാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ഏറിയാൽ 3 ദിവസത്തേക്ക് കൂടി മാത്രമുള്ള ഇന്ധനം മാത്രമേ ഗസയിൽ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. മൂന്നാമതൊരു കൂട്ടക്കുഴിമാടം കൂടി ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റലിൽ കണ്ടെത്തി. ഈ കുഴിമാടത്തിൽ നിന്നും ഏകദേശം 49 പേരുടെ ബോഡികളാണ് കിട്ടിയത്. മെഡിക്കൽ സ്റ്റാഫുകളടക്കം നിരവധി പേരെ കൊന്നൊടുക്കിയ ഇസ്രായേലിന്റെ മറ്റൊരു ഭീകര മുഖം കൂടിയായിരുന്നു ഇത്. കമൽ അദ്വാൻ ഹോസ്പിറ്റൽ, അൽഷിഫ ഹോസ്പിറ്റൽ, നാസർ മെഡിക്കൽ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലായി ഇതുവരെ 7 കൂട്ടക്കുഴിമാടങ്ങളാണ് കണ്ടെത്തിയത്. 3 അൽഷിഫ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ നിന്നും, 3 നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ നിന്നും, 1 കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ നിന്നും. ഇതുവരെ മൊത്തം 520 ഡെഡ് ബോഡികൾ കണ്ടെടുത്തു. അതേസമയം ഇസ്രായേലിന്റെ റഫ കടന്നുകയറ്റം പൂർണ്ണ തോതിലാകുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ മാനുഷിക ദുരന്തമായിരിക്കുമെന്ന് UN മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 54 പേരാണ് റഫേലും ഗസയിലുമായി കൊല്ലപ്പെട്ടത്. ഭയചകിതരായ റഫേൽ അഭയാർത്ഥികൾ അവിടെ നിന്ന് വീണ്ടും പലായനം ചെയ്യുകയാണ്. ഇതിനിടയിൽ കിഴക്കൻ റഫയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസിന്റെ പോരാളികളും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതേസമയം 1000-ലധികം ഫലസ്തീനികൾ താമസിക്കുന്ന ഇസ്രായേലിന്റെ നെഗവ് എന്ന ഒരു പ്രദേശത്ത് 50ഓളം വീടുകൾ ഇസ്രായേൽ അതോറിറ്റി പൊളിച്ചു മാറ്റി. ഇസ്രായേൽ അതോറിറ്റി നൽകുന്ന വിശദീകരണം ഈ വീടുകളെല്ലാം തന്നെ അനധികൃതമായി നിർമ്മിച്ചത് ആണെന്നായിരുന്നു. അതേസമയം ഇസ്രായേൽ ഗവൺമെന്റിലുള്ള ഫലസ്തീൻ ഇസ്രായേലികൾ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. നീതിയുക്തമായ പരിഹാരം അവർ ആവശ്യപ്പെട്ടു.